ഞാൻ ഇന്നത്തെ ദിവസം ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. ഇറങ്ങിയില്ല എനിക്ക്. അത്രയ്ക്ക് സങ്കടങ്ങളാ എന്റെ മനസ്സ് നിറയെ. രാധികെ, നീ കൂടി ഇനി കൈവിട്ട എന്റെ മുന്നില് ഒരു വഴിയേ ഉള്ളൂ. എല്ലാവർക്കും കിട്ടുന്ന സാധനമാണെങ്കിലേ കൈപുണ്യത്തിന് പിന്നെ എന്താ പ്രത്യേകത? മുത്തശ്ശി വെളുപ്പിന് ഉണർന്നോ? കുറച്ചുകൂടി കിടക്കായിരുന്നില്ലേ? അതിന് എനിക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ. മുത്തശ്ശി ഒന്ന് ലെവലായി വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് വലിയ വാചകമൊന്നും വേണ്ട. വാചകം അടിക്കുന്നൊന്നും അല്ലടാ. എനിക്ക് അസുഖം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഉണ്ടായിരുന്നു. പക്ഷെ വന്നു കയറിയതേ സ്നേഹമുള്ളൊരു കുടുംബത്തേക്കാ. സ്നേഹം മാത്രം തരാൻ അറിയാവുന്ന എന്റെ കൊച്ചുമോളുടെ അടുത്തേക്ക്. അതുകൊണ്ട് ക്ഷീണം പെട്ടെന്നങ്ങ് മാറി, അത്ര തന്നെ. മുത്തശ്ശി ഞാനിപ്പോ ചായ തരാവേ. ചായയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതി മോളെ. നിന്റെ ഈ ജോലിയൊക്കെ നടക്കട്ടെ. ഇതെല്ലാം കൂടി ഒന്ന് കണ്ടു നിൽക്കാൻ നല്ല രസമല്ലേ? പെൺകുട്ടികളായ ഇങ്ങനെ വേണം. എത്ര കടുപ്പം കൂടിയ സാഹചര്യത്തിൽ നിന്നും പൊരുതി മുമ്പിൽ കയറാൻ അറിയണം. അതിന് മറ്റുള്ളവരെന്റെ രാധിക മോളെ കണ്ടു പഠിക്കണം. തിരുമേനി, യശോദേ, രാധിക മോളെ ഇങ്ങനെ വളർത്തിയ നിങ്ങൾക്കാണ് കേട്ടോ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ്. അല്ല, എന്നെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ അവസാനം ക്രെഡിറ്റ് ഒക്കെ അച്ഛനമ്മയും കൊണ്ടുപോയോ? ആ ക്രെഡിറ്റ് ഞങ്ങൾക്ക് ഇരിക്കട്ടെ മോളെ. നിന്നെ കുറിച്ച് നല്ല വാക്ക് കേൾക്കുന്നത് അച്ഛനും അമ്മയ്ക്ക് അഭിമാനല്ലേ? ആയിക്കോട്ടെ. ഉമേച്ചി എന്താ ഡോക്ടർ പറഞ്ഞേ? മരുന്ന് തന്നിട്ടുണ്ട്. ഞാൻ അവളോട് കഴിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു. എന്നാ ഉമേച്ചിയും കുടിക്കും. ഉമ്മർത്താരോ വന്നിട്ടുണ്ട്. ഒരു പെണ്ണാ. മോളെ കാണണോന്ന് പറഞ്ഞു. അമ്മ നോക്കണോ മോളെ? വേണ്ടമ്മേ, പൊതിച്ചോറിന്റെ കാര്യം പറയണ മറ്റായിരിക്കും. ഞാൻ പോയി കണ്ടിട്ട് വരാം. ചേച്ചി ഒന്ന് ചെയ്യൂ. എടാ, രാധികയെ വളർത്തി വലുതാക്കിയതിനുള്ള മുഴുവൻ ക്രെഡിറ്റും ഞാൻ തിരുമേനിക്ക് യശോദയ്ക്കാ കൊടുത്തത്. എന്ന് കരുതി നിന്റെ കഴിവ് അത്ര കുറവൊന്നുമല്ല കേട്ടോ. കൂടെ ജീവിക്കുന്ന ഒരു പെണ്ണിനെ എങ്ങനെ മാനിക്കണമെന്നും എങ്ങനെ ഒപ്പം കൊണ്ട് നടക്കണമെന്നും നിനക്ക് നന്നായിട്ടറിയാം. താങ്ക് യു. ആരാ? ഏട്ടത്തി എന്താ ഉമ്മറത്തന്നെ നിന്ന്? വരൂ, അകത്തേക്ക് വരൂ. എന്റെ വീട്ടിലേക്കല്ലേ ഏട്ടത്തി വന്നത്? അപ്പൊ ഏട്ടത്തി അതിഥിയാ. കയറി വാ, വാ. ഞാൻ അവസാനിക്കാൻ പോവാ. എന്റെ പ്രവൃത്തി ദോഷം തന്നെയാ കാരണം. എന്നെ ഇല്ലാതാക്കുന്നത് ഗൗതമായിരിക്കും. പക്ഷെ അവൻ എന്റെ കഴുത്തിലിട്ടിരിക്കുന്ന കുരുക്കിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വേറെ വഴിയൊന്നുമില്ല. രാധിക, നീ എന്നെ ഒന്ന് സഹായിക്കോ? ഏട്ടത്തി കരഞ്ഞിട്ടായാലും കാല് പിടിച്ചിട്ടായാലും ജീവനെ കുറിച്ച് വേദനിച്ചിട്ടായാലും ഒക്കെ ഏട്ടത്തിയുടെ അഭിനയം ഞാൻ പല രീതി കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പോലും ഇല്ല. ഒരുപാട് ദൂരെ
ദേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ചെറിയൊരു തൊഴിലും ചെയ്ത് ജീവിക്കാം. എന്നെ വെറുതെ വിട്ടേക്ക്. ഏട്ടത്തിയുടെ ഈ വരവ് ഏട്ടത്തിയും ചെറിയമ്മയും ചേർന്ന് പ്ലാൻ ചെയ്താണെങ്കിൽ അതിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ കരുണ കാണിക്കണം. നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല രാധികെ. ചെറിയമ്മയുടെ കൂടെ ചേർന്ന് നിന്നെ ഞാൻ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഉള്ള തിരിച്ചടി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കാം. ചെറിയമ്മയുടെ യഥാർത്ഥ രൂപം ഇപ്പോഴാണ് എനിക്ക് വെളിപ്പെട്ടത്. ചെറിയമ്മയ്ക്ക് ഞാനിപ്പോ വേറെ ഒരു അടിമ മാത്രം. പണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, കണിമംഗലത്തിന്റെ മുറ്റത്ത് കുത്തിച്ചാരി ഇരിക്കുന്ന ഒരു ചൂലിന്റെ വിലയെ നിനക്കുള്ളൂന്ന്. ഇപ്പൊ അതേ സ്ഥാനം എനിക്ക്. ഞാൻ ചതിക്കപ്പെടുമായിരുന്നു രാധികെ. ഒഴിവാക്കി ഒറ്റപ്പെടുത്തി എന്നെ വല്ലാതെ ദ്രോഹിക്കുക. ഞാൻ ഇന്നത്തെ ദിവസം ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. ഇറങ്ങിയില്ല എനിക്ക്. അത്രയ്ക്ക് സങ്കടങ്ങളാ എന്റെ മനസ്സ് നിറയെ. രാധികെ, നീ കൂടി ഇനി കൈവിട്ട എന്റെ മുന്നില് ഒരു വഴിയേ ഉള്ളൂ, ആത്മഹത്യ. നിന്നെ തേടി വരുമ്പോ മനസ്സിൽ എവിടെ ഒരു പ്രതീക്ഷ കിടപ്പുണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ നീ എന്നോട് പകരം വീട്ടരുത്. അത് ചെയ്താലും തെറ്റൊന്നുമില്ല. ഏട്ടത്തി വരൂ, ആദ്യം എന്തെങ്കിലും കഴിക്കാൻ കുടിക്കുകയൊക്കെ ചെയ്യാം. ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. എന്നെ വിശ്വസിച്ചാണ് വന്നെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാം. വാ. ഏട്ടത്തി ഇവിടെ ഇരിക്കേ, ഞാൻ ചായ എടുക്കാം. മുത്തശ്ശി, ആരാണെന്ന് നോക്കിയേ.